ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു മത്തി മുളകിട്ടതായാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ കറക്കൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളിയൊക്കെ വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതോടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.